പ്രധാനമായിട്ടും ഒരു പാമ്പിനെ കാണുന്ന നിമിഷം തൊട്ട് ഒരു ഭീതി ഒരു വ്യക്തിയിലും അവിടെ ഉള്ള എല്ലാവരിലും ഉണ്ടാകുന്നുള്ളതാണ് ആദ്യത്തെ ഇഫക്റ്റ്. അതിന്റെ ബേസിൽ പലപ്പോഴും അത്ര റാഷണൽ അല്ലാത്ത ചില യുക്തിപരമല്ലാത്ത ചില ആക്ഷൻസും ചിലപ്പോൾ എടുക്കപ്പെടുന്നത് ആ നേരത്തേക്ക് നോക്കിയാൽ സ്വാഭാവികമാണ്. പക്ഷെ അവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വളരെ കാം ആൻഡ് കൂളായിട്ട് തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പാമ്പിന്റെ കടി ഏറ്റെന്ന് വെച്ചോളൂ, ഉടനെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് ആ ആളെ വെപ്രാളത്തിലായിരിക്കും പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളെ സമാധാനിപ്പിക്കുക, എവിടെയെങ്കിലും സ്റ്റില്ലായിട്ട് ഇരുത്തുക, ഉടനെ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഏർപ്പാട് ഒരു കൂട്ടം അത് ചെയ്യണം. രണ്ടാമത് ഒരു ആൾ ചെയ്യേണ്ടത് ഇയാളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇയാളെ നടക്കാനോ ഓടാനോ സമ്മതിക്കരുത്. കാരണം അങ്ങനെ നടന്നാൽ ഇൻ കേസ് ഇത് വിഷമുള്ള പാമ്പാണോ, നമുക്ക് തൽക്കാലം അറിഞ്ഞൂടാ എന്ത് പാമ്പാന്ന് അറിഞ്ഞില്ലെന്ന് വെച്ചോളൂ. എന്നാൽ പോലും നടക്കാൻ ഓടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മസിൽസിന്റെ ആക്ഷൻ കൊണ്ട് ഈ പാമ്പിന്റെ വിഷം കുറേ കൂടെ ബോഡിയിൽ അകത്തോട്ട് വ്യാപിക്കാൻ ഈസിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ തോളിലേറ്റിയോ സ്ട്രെച്ചറിൽ കിടത്തിയോ ഒക്കെയാണ് ഇയാളെ ഈ വാഹനത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പോകുന്ന മുമ്പേ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ 108 ഫോൺ, ആ 108 108 ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ആംബുലൻസ് സർവീസിന്റെ നമ്പറാണ്. അപ്പൊ ഈ കനിവ് 108 എന്നൊക്കെ പറയുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ ആ ടീമിന് തന്നെ അവർ ഇലക്ട്രോണിക്കലി ലിങ്ക്ഡ് ആണ്. എവിടെയാണ് ഈ സംഭവത്തിന്റെ നിയറസ്റ്റ് ആന്റിവനം ഉള്ള ഹോസ്പിറ്റൽ എവിടെയാണെന്ന് അവർക്കറിയാം. അപ്പൊ അതിനനുസരിച്ച് അവർ ഫാസ്റ്റസ്റ്റ് റൂട്ട് പ്ലോട്ട് ചെയ്തായിരിക്കും വരുന്ന വണ്ടി അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുക. പിന്നെ ലോക്കലായിട്ട് ഈ പാമ്പ് കടിച്ച സ്ഥലത്ത് പണ്ട് കാലത്ത് ആൾക്കാർ ചെയ്യുന്ന പോലെ അവിടെ മുറിക്കുക, അവിടെ ഉറിഞ്ചി എടുക്കുക, അല്ലെ അവിടെ വളരെ മുറുക്കിയുള്ള കെട്ടുകൾ കെട്ടുക, ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ആ ഏരിയ ഡിസ്റ്റർബ് ചെയ്യാതെ ജസ്റ്റ് വെള്ളമൊന്നും ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇതാണ് ഇമീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ്. പിന്നെ ഈ മറ്റ് വിഷചികിത്സ അങ്ങനത്തെ ചില പഴയ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും പോകാതെ ആന്റിവനമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇപ്പൊ ഈ ചർച്ചകളിലൊക്കെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്ന ചെന്ന് കഴിഞ്ഞാൽ റിയാക്ഷൻ വരും എന്നൊക്കെ പറയുന്നത്, അതിനകത്ത് ഇപ്പൊ ഏത് മരുന്നിനും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാം. പക്ഷെ ഏത് മെഡിക്കൽ ടീമിനും എക്സ്പേർട്സിനും അത് ഡീൽ ചെയ്യാനും അറിയാം. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ടും കോൺഫിഡൻസോട് കൂടി ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക, പോകുന്ന വഴിക്കും വ്യക്തിയെ സമാധാനിപ്പിച്ച് ഇത് നമുക്ക് ശരിയാക്കാം എന്നുള്ളൊരു വാക്ക് പറഞ്ഞ് തന്നെ കൊണ്ടുപോവുക. തീർച്ചയായും ഇപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ ഹെൽമെറ്റ്, അതുപോലെ തന്നെ കാറുകളുടെ ബോണറ്റ്, സ്കൂട്ടർ, ഷൂസ് അടക്കം വലിയ തരത്തിലുള്ള ആശങ്ക. ഇപ്പോൾ ആളുകൾ ഷൂസൊക്കെ ഇടുമ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ച് ഒന്ന് കൊട്ടിയൊക്കെ ഇടുന്നതാണ് ഇപ്പോൾ പതിവ് കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നതല്ലേ. പക്ഷേ ഈ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം, അത്തരത്തിലൊരു ചിന്താഗതി ഇന്ന് മലയാളികൾക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു അപകടക്കെണിയാകുന്നു എന്ന് പറയാൻ പറ്റുമോ? അതൊരു ജനറൽ ആയിട്ടുള്ള, അതായത് ഇപ്പൊ ഈ പാമ്പുകടി മാനേജ്മെന്റിനകത്ത് ഒന്ന് ഇപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ചത് ആക്ച്വൽ മാനേജ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അതിനേക്കാളും വലുതാണ് ഈ പ്രിവെന്റീവ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. വളരെ ശരിയായ കാര്യമാണ് ഇപ്പൊ അവിടെ നിന്ന് സൂചിപ്പിച്ചത്. പ്രിവെന്റീവ് സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രിവെന്റീവ് സ്റ്റെപ്സ് ഒന്ന് പാമ്പ് വരാതിരിക്കാനുള്ള സാധ്യത. അപ്പൊ അതിനിപ്പോ ഈ മാലിന്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫുഡും മറ്റു മാലിന്യങ്ങളും വീടിന്റെ ചുറ്റും ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഈ എലികളും മറ്റു വരും. നാച്ചുറലി പാമ്പിന്റെ ഒക്കെ നാച്ചുറൽ പ്രേ എന്ന് വെച്ചാൽ എലിയും പെരിച്ചാഴിയും ഒക്കെയാണ്. അപ്പൊ അതിനുകൊണ്ട് ഈ പാമ്പുകൾ ആ ഏരിയയിൽ വരാൻ സാധ്യത കൂടുതലായിരിക്കും. രണ്ടാമത്തത്, ഇപ്പൊ ഈ ചൂട് ഇത്രയും വ്യാപിക്കുന്ന നേരം ആകുമ്പോഴേക്കും പാമ്പുകൾ തണുത്ത ഏരിയ അന്വേഷിച്ച് വരുമ്പോൾ ഇപ്പൊ വീടിന്റെ സൈഡിൽ വന്നു, ഇപ്പൊ ജനലിലോട്ടൊക്കെ വളർന്നു കയറുന്ന ക്രീപ്പേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വള്ളികൾ ചിലപ്പോൾ പറന്നിട്ടുണ്ടോ വീടിന്റെ മുകളിലോട്ട് ഡെക്കറേറ്റീവ് ആയിട്ടുള്ളത്, അപ്പൊ അതിന് കയറാൻ ഈസി ആയിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി വീടിന്റെ ചുറ്റും ഒരു ഏരിയ ക്ലിയർ ആയിട്ട് ഇട്ടിരുന്നാൽ നല്ലതാണ്. പിന്നെ ഈ പുറത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കകത്ത് അവർ ഈ തണുപ്പ് കിട്ടാൻ വേണ്ടി, ഇപ്പൊ കോൾഡ് ബ്ലഡഡ് സാധനമാണല്ലോ പാമ്പ്, അപ്പൊ തണുപ്പ് ചെത്തുന്ന ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അവര് ആ കോൾഡ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ചെടിച്ചട്ടികളുടെ ചുറ്റും, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ ബാഗൊക്കെ പുറത്തിട്ടേക്കും. ഇപ്പൊ വണ്ടി തന്നെ നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലരും ഹെൽമെറ്റ്, ഇപ്പൊ കാർ ഷെഡിലാണെങ്കിലും ഹെൽമെറ്റ് അവിടെ ഇട്ടേക്കാം. കാറ് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ ജനലൊക്കെ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കാം. ഡോറ് പ്രോപ്പർലി ക്ലോസ്ഡ് അല്ലാതിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ എഴഞ്ഞു വരുന്ന സാധനത്തിന് ഷെൽട്ടർ തേടി ഇതിന്റെ അകത്തെല്ലാം കയറി കൂടാനുള്ള സാധ്യത ഈ സീസണിൽ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് വാച്ച്ഫുൾ ആയിരിക്കണം. അതുപോലെ ഷൂ തന്നെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഷൂ ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ചെറിയ സാധനം കയറി കിടന്നു കഴിഞ്ഞാൽ ഈ ക്രേറ്റ് ഒക്കെ വളരെ ചെറിയതാണ്. പിന്നെ അണലിയുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ചെറിയ സാധനങ്ങൾക്കാണെങ്കിൽ പോലും ഒരാളെ മാരകമായി ഹാം ചെയ്യത്തക്കോ അല്ലെ കൊല്ലത്തക്കോ എന്നുള്ള വിഷത്തിന്റെ കണ്ടന്റ് അവരുടെ ബോഡിയിലുണ്ട്. സോ ഇതിനകത്ത് കയറി നമ്മൾ കാഷ്വലായിട്ട് ഇട്ടാൽ അറിയില്ല എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കുന്നത് നല്ലൊരു പ്രിക്കോഷൻ തന്നെയാണ്. അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. തീർച്ചയായും ഡോക്ടർ, ഒരു സംശയം കൂടെ, ഈ പാമ്പ് കടിയേറ്റുന്ന സമയത്തിൽ ആളുകൾ എത്താറുണ്ടല്ലോ അല്ലേ? പാമ്പ് കടി ഏൽക്കാത്തവരും അക്കൂട്ടത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് ചികിത്സയ്ക്ക് ആന്റിവെനം വേണം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ആന്റിവെനം എങ്ങനെയാണ്, എപ്പോഴാണ് നൽകുന്നത്? മാത്രമല്ല പാമ്പ് വിഷം ഉള്ളിൽ ചെന്നതിന്റെ ഗുരുതര ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
പാമ്പ് വിഷം, ഈ പോയ്സണസ് സ്നേക്സ്, കോബ്ര, പിന്നെ ഈ ശംഖുവരി എന്ന് പറഞ്ഞ ക്രേറ്റ്, പിന്നെ വൈപ്പർ, അണലി സ്പീഷീസിൽപ്പെട്ട പാമ്പുകൾ. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കോമൺ ആയിട്ട് വരുന്ന, വീടുമായിട്ട് കോണ്ടാക്ട് വരുന്ന പാമ്പുകൾ. പിന്നെ ഇടയ്ക്കൊക്കെ ഇപ്പൊ നമ്മൾ ഈ രാജവെമ്പാല എന്ന് പറഞ്ഞ സ്ലൈറ്റ്ലി ഡിഫറെന്റ് സ്പീഷീസ് ആണ്. നമ്മൾ കിങ് കോബ്ര എന്ന് പറയുന്നെങ്കിലും ഇതിന്റെ സ്പീഷീസ് കുറച്ച് വ്യത്യാസമാണ്. അപ്പൊ ഇതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാം ഈ വിഷങ്ങൾ 2 ടൈപ്പാണ് ബേസിക്കലി. ഈ അണലി വർഗത്തിൽപ്പെട്ടതിന്റെ ഒക്കെ വിഷങ്ങൾ ലോക്കലായിട്ട് ശക്തമായ റിയാക്ഷൻ, അപ്പൊ ആ ഏരിയ വീർക്കുക, വേദന ഉണ്ടാകുക, അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാകുക, ആ ഏരിയ പെട്ടെന്ന് ദ്രവിക്കുക, ഇന്റൻസ് പെയിൻ മുതലായ കാര്യങ്ങളൊക്കെയാണ് അണലി സ്പീഷീസിനുള്ളത്. മാത്രമല്ല അണലിയൊക്കെയാണ് കടിക്കുന്നത് പലപ്പോഴും അതിന്റെ പല്ല് വളഞ്ഞ, ഇങ്ങനെ ഹിഞ്ച് ചെയ്ത പല്ലാണ്, വളയാവുന്ന പല്ലാണ്. അപ്പൊ അതിന് കടിച്ചു കഴിഞ്ഞാൽ വിടാൻ ചിലപ്പോൾ പാമ്പ് തന്നെ ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഏരിയയുടെ മുറിവ് കുറച്ചും കൂടെ ഒരു മേജർ മുറിവായി കാണാൻ ഉള്ള സാധ്യത കൂടുതലാണ്. ഓൺ ദ അതർ ഹാൻഡ് കോബ്ര പോലത്തെ സ്നേക്സിന് ഫിക്സഡ് ഫാങ്സ് അല്ലെ, പല്ല് ഫിക്സഡ് ആണ്. അപ്പൊ അതിന്റെ വിഷബാധയ്ക്ക് 2 പോയിന്റ് കടികളാണ് സാധാരണ കാണാൻ സാധ്യതയുള്ളത്. 2 അടയാളം, അടുത്തടുത്ത് ഉള്ള 2 അടയാളങ്ങൾ ഒരുമിച്ചുള്ള അടയാളങ്ങൾ. അപ്പൊ അതിന്റെ പല്ലാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നോൺ പോയ്സണസ് സ്നേക്സ് ആണെങ്കിൽ പലപ്പോഴും അങ്ങനെ 2 അടയാളമല്ല, ഒരു മൊത്തമായിട്ട് ഇത് ചതഞ്ഞ പോലെയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പല്ലുകളുടെ അടയാളമാണ് കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷെ ഇതിനെല്ലാം നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യം, ക്രേറ്റ് എന്ന് പറയുന്ന ഈ ശംഖുവരിയൻ പാമ്പുകൾ, അതിന്റെ ആണെങ്കിലും ബൈറ്റ്, പല്ല് വളരെ ചെറിയ പല്ലുമാണ്. അതേസമയം വിഷത്തിന് നല്ല ടോക്സിസിറ്റി അല്ലെ അപകട സാധ്യത ഉണ്ട്. അപ്പൊ അതിന്റെ പല്ലുകളെല്ലാം അടയാളം കാണുന്നില്ല, ലോക്കൽ പെയിനും ഉണ്ടാകുന്നില്ല. പിന്നെ ഉള്ളത്, അപ്പോൾ ഈ ലോക്കൽ റിയാക്ഷൻ അല്ലാതെ ഉള്ളത്, ഒരാൾക്ക് കാഴ്ചയിൽ ഈ കണ്ണിന്റെ പോള ഇങ്ങനെ താഴോട്ട് തൂങ്ങി വരാൻ തുടങ്ങുക. ഉടനെയല്ല, കുറച്ച് സമയം കൊണ്ട് അതിങ്ങനെ കണ്ണ് തുറന്നു പിടിക്കാനുള്ള ഒരു പ്രയാസം. സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരാള് നോക്കുമ്പോൾ 2ആയിട്ട് കാണുക. പിന്നെ ഇറക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഇറക്കാനോ ആഹാരം ഇറക്കാനോ തൊണ്ടയിൽ ഇറക്കാൻ പറ്റായ്മ തോന്നുക. ശബ്ദത്തിന് പ്രത്യേകമായിട്ട് ശബ്ദം ഇല്ലാണ്ടാവുക. പിന്നെ പാൽപിറ്റേഷനും മറ്റും നെഞ്ചിടിപ്പും അങ്ങനത്തെ സാധനങ്ങൾ, ശ്വാസം എടുക്കാനുള്ള തടസ്സം, ശ്വാസം മുട്ടൽ മുതലായ ലക്ഷണങ്ങളും, പാരാലിസിസ്, ചിലപ്പോൾ കൈകാലുകളെ അനക്കാനുള്ള പ്രയാസം തോന്നുക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ നെർവ്സിനെ അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിനെ ബാധിച്ചുണ്ടാകുന്ന സൂചനകൾ. അപ്പൊ ഈ സിംറ്റംസ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ സിംറ്റം വരാൻ കാത്തിരിക്കാതെ ഒരു കടിയേറ്റ് കഴിഞ്ഞാൽ ഇത് ഒരു വിദഗ്ധരായ ഡോക്ടറെ തന്നെ വിലയിരുത്തട്ടെ എന്നുള്ള ഇത് ഹോപ്പിലാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. അവരെ വിലയിരുത്തി ക്ലിനിക്കലായിട്ട് പരിശോധന കൊണ്ട് വിലയിരുത്തുന്നു, ഹിസ്റ്ററി കൊണ്ട് വിലയിരുത്തുന്നു. പിന്നെ ചില വൈപ്പർ ഇനത്തിൽപ്പെട്ട പാമ്പുകളാണെങ്കിൽ അവർക്ക് ഈ ബ്ലഡ് പരിശോധിക്കുമ്പോൾ അതിന്റെ ക്ലോട്ടിംഗ് ടൈം, ബ്ലീഡിംഗ് ടൈം മുതലായ ടെസ്റ്റുകളിലൊക്കെ അതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.